തന്റെ ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം തനിക്കുണ്ട് എന്ന് വിചാരിക്കാം. എപ്പോഴും ആ പ്രശ്നത്തെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ബന്ധങ്ങളിലും ഒക്കെ എന്ത് ചെയ്യും, എനിക്ക് നിങ്ങളെ കിട്ടണില്ല, നിങ്ങൾ ഇതിട്ട് വരുന്നില്ല, നിങ്ങൾക്ക് ബിസിനസ്സിന് തിരക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കാര്യത്തെ നമ്മൾ ഇങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ ലൈഫിൽ ഒരു നല്ല സന്തോഷവും ഒരു സ്നേഹവും ഉണ്ടായിത്തീരാനുള്ള ഒരു ആശയവിനിമയം പിന്നെ നടക്കില്ല. പിന്നെ ഈ പ്രശ്നത്തെ കേന്ദ്രീകരിച്ചുള്ള കുറ്റപ്പെടുത്തലുകളും വിചാരണകളും തർക്കങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇങ്ങനത്തെ സഹോദരിമാർക്ക്, ഈ ഭർത്താക്കന്മാരിൽ നിന്ന് സമയം കിട്ടാത്ത സഹോദരിമാർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, അവരോട് ഇങ്ങനെ വെറുതെ ഇതിന്റെ ഒരു വിഷമം പ്രകടിപ്പിച്ച് ഇങ്ങനെ വരുമ്പോഴൊക്കെ നിങ്ങൾ ഇപ്പോൾ എവിടെയായിരുന്നു, നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് നമ്മുടെ കാര്യത്തിൽ ഒഴിവില്ല, ഇതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് എന്താ അറിയാം, നമ്മൾ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാറ് പ്ലാൻ ചെയ്യാം. ഇപ്പൊ പറയാം, അടുത്ത ഞായറാഴ്ച നിങ്ങൾ എന്തായാലും നമ്മളെ ഒരു അമ്മായി സുഖമില്ലാതെ കിടക്കുന്നുണ്ട്, നമുക്ക് അവിടെ നിങ്ങൾ ഒന്ന് പ്രത്യേകം ഒരു രാവിലെ പോയിട്ട് നിങ്ങൾ ഒരു 9-9 നമുക്ക് വരാം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു, നമ്മൾ അവരോട് എന്ത് ചെയ്തു, ഒരു 4 മണിക്കൂർ നമുക്ക് വേണ്ടി ആവശ്യപ്പെട്ടു. ഒരു പ്രശ്നമില്ല, അപ്പോഴൊന്നും പറയണ്ട, നിങ്ങൾക്ക് ഇന്ന ഇവിടെ വരാൻ ഒഴിവില്ല, നിങ്ങൾ ഇതിലെങ്ങനെ വരണം, അതൊന്നും പറയണ്ട. വളരെ സ്നേഹപൂർവ്വം എന്ത് ചെയ്യാറ് തീർച്ചയായും നടക്കും. അപ്പൊ എന്ത് ചെയ്തു, അത് കിട്ടിയല്ലോ. മോൾക്ക് ഒന്ന് യൂണിഫോം എടുക്കാണ്ട്, അപ്പൊ ഇനിയിപ്പോ തിങ്കളാഴ്ച സ്കൂൾ തുറക്കല്ലേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളിയാഴ്ച വൈകുന്നേരം. കാരണം ഈ തിരക്കുള്ള ആളോട് എപ്പോഴും നമ്മൾ ടൈം ഫിക്സ് ചെയ്ത് പറയണം. തിരക്കുള്ള ആളുകളോട് നമുക്ക് മുൻകൂടി ഒരു പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കടയിൽ ആരെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 5 മണിക്കൂർ വരെ നമുക്കതൊന്ന് എടുത്ത് പോരാ, നിങ്ങളോട് ഉണ്ടെങ്കിൽ നമുക്കത് സൗകര്യം, നിങ്ങൾക്ക് ഒരു ഷർട്ടും ഇതൊക്കെ വേണ്ടേ, ഈ കൊല്ലം പുതിയത് മാറില്ലേ എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് കിട്ടും. ഇങ്ങനെ ഫിക്സഡ് ആയ ചില സമയങ്ങളും സന്ദർഭങ്ങളും പറയാം. അതേമാതിരി വീട്ടിലാരെങ്കിലും നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ പറയാം, നാളെ ഇന്നൊരാൾ വരുന്നുണ്ട് പറഞ്ഞു, എന്തായാലും നിങ്ങൾ ഇവിടെ വേണമല്ലോ, അപ്പോൾ നാളെ ഉച്ചയ്ക്ക് നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ നീക്കങ്ങൾക്കും പ്ലാനുകളും ഒക്കെ ഇവരുടെ കൺട്രോളിലാണ്. മനസ്സിലായി? അപ്പൊ എന്ത് ചെയ്യും, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടിയുള്ള സമയം മാത്രം പ്ലാൻ ചെയ്യാൻ നിൽക്കാതെ അയാളുടെ സമയം കൂടി പ്ലാൻ ചെയ്യുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സഹായിച്ചു കൊടുക്കുക. സാധാരണ PA എന്നൊക്കെ പറയുന്നത്, സാധാരണ വൈഫിന് കുറെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും ഭർത്താവ്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ കടയിൽ കുറച്ച് നേരത്തെ പോയിക്കോളും, അത് നല്ലതാണ്. എല്ലാവരും വരും, നിങ്ങൾ ഈ 10 മണിക്ക് പോകുന്നേക്കാൾ നല്ലത് തുറക്കുമ്പോഴേക്കും ചെന്നൊക്കെ ഒന്ന് ചിട്ടയാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് കസ്റ്റമേഴ്സിനൊക്കെ സൗകര്യമാണ് എന്ന് പറഞ്ഞാൽ അയാളെ സമയത്ത് പറഞ്ഞേക്കാം. അപ്പൊ ഇവളെന്ത് ചെയ്യും, ഇവൾ ഞാൻ കച്ചവടം ചെയ്യുന്നവർക്ക് ഇഷ്ടമല്ല, കടയിൽ പോകണം ഇഷ്ടമല്ല എന്ന് പറയും, ഓക്കോളെ കാര്യത്തിന് ഇന്നെങ്ങനെ കിട്ടണം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്കും ഒരു ഷെഡ്യൂൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കി കൊടുക്കുക എല്ലാ കാര്യത്തിലും. ഏതായാലും നിങ്ങൾ ഇങ്ങനെ തിരക്കിലൊക്കെ അല്ലേ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളി, ഒന്ന് ഇന്നത്തെ ദിവസം ലീവ് എടുത്തൊന്ന് വിശ്രമിച്ചോളി, ഇല്ലെങ്കിൽ നമുക്കൊരു ഉംറക്ക് പോകണം, അടുത്ത വർഷത്തിൽ എന്ത് ചെയ്യും, കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് പ്ലാൻ ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പിന്നെ ഓണത്തിന്റെ വെക്കേഷന്റെ 10 ദിവസം നിങ്ങളൊന്ന് ഒഴിവാക്കണം. ഇങ്ങനെ ഒന്ന് ഭാര്യമാര് പ്ലാൻ ചെയ്താൽ തീർച്ചയായും പിന്നെ അവരുടെ കൺട്രോളിലാകും ഇവരുടെ 24 മണിക്കൂർ. നേരെ മറിച്ച് നിങ്ങൾ സമയം തരുന്നില്ല, നിങ്ങൾ വരുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല.